ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ദിവസവും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ഇരിക്കാനുള്ള അവസരം അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നല്ലോ. അൽഹംദുലില്ലാ. ഇനിയും നമുക്കൊരുപാട് കേൾക്കാനും അറിയാനും പഠിക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ ഇന്ന് അസ്മാൽ ഹുസ്ന അല്ലെ, നമ്മൾ സുബൂഹ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത് അൽ കാഫി എന്നുള്ള നാമമാണ്. അൽ കാഫി. ഷെയ്ഖ് അൻ നാസിറു സഅദി റഹ്മഹുല്ല അദ്ദേഹം പറയുന്നു, ദാസന്മാർ ആവശ്യക്കാരാവുകയും അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾക്കും മതിയായവനാണ്, അവർക്ക് മതിയായവനാണ് അൽ കാഫി. കാഫി എന്ന് വെച്ചാൽ മതിയായത്, പൂർത്തിയായത് എന്നൊക്കെയാണ്. അതായത് അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യത്തിന് ആവശ്യക്കാരാണോ, എന്തെല്ലാം വിഷയത്തിൽ നിർബന്ധിതരാകുന്നുണ്ടോ, അതെല്ലാം ആ മുഴുവൻ കാര്യങ്ങൾക്കും മതിയായവനാണ് അൽ കാഫിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുമാത്രമല്ല, എന്തോ ചെറിയ എക്കോ വരുന്നുണ്ടാ? ആരുടെയോ അൺമ്യൂട്ടായിട്ടുണ്ടാ? ചെറുതായിട്ടൊരിങ്ങനെ സൗണ്ട് കേൾക്കുന്നു, പക്ഷെ ആരും അൺമ്യൂട്ട് ആയിട്ടില്ല. ഇല്ല അല്ലേ? എന്നാ ഓക്കെ. പിന്നെ പറയുന്ന അതിൻ്റെ കൂടെ തന്നെ പറയുന്നു, തന്നിൽ വിശ്വസിക്കുകയും തൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും തന്നിൽ നിന്ന് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആവശ്യങ്ങൾക്ക് സഹായമർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകമായ ആശ്രയം നൽകുന്നവനുമാണ് അൽ കാഫി. അള്ളാഹുവിൽ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആവശ്യങ്ങൾക്ക് സഹായമർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി ആശ്രയം നൽകുന്നവനാണ് അൽ കാഫി. അപ്പം അള്ളാഹുവിൻ്റെ അൽ കാഫി എന്നുള്ള ആ നാമത്തെ നല്ലപോലെ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. എല്ലാ നിലക്കും നമുക്ക് ആര് മതി? നമ്മളെ ഹസ്ബി അള്ളാഹ് എന്ന് പറയുന്നില്ലേ, എനിക്കെൻ്റെ റബ്ബ് മതി, അള്ളാഹ് മതി എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെ മതി, അള്ളാഹു മാത്രം മതി, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മതിയായവനാണ്. എന്തല്ലേ, ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ചോദിക്കുമ്പോൾ അത് തരാൻ നമ്മളെ റബ്ബ് തന്നെ മതിയായവനാണ്. അൽ ഖത്താബി റഹ്മുള്ള പറയുന്നു, പ്രശ്നങ്ങളിൽ ദാസന്മാർക്ക് മതിയായവനും പ്രതിബന്ധങ്ങൾ അവരെ തൊട്ട് തടുക്കുന്നവനുമാണ് അൽ കാഫി. ആരുടെ സഹായമാണോ മറ്റാരും ആവശ്യമില്ലാത്ത വിധം മതിയാകുന്നത്, മറ്റാരും കൂടാതെ തന്നെ ആരെക്കൊണ്ടാണോ ധന്യത ലഭിക്കുന്നത്, അങ്ങനെയുള്ളവനുമാണ് അൽ കാഫി. ഇപ്പോൾ നമുക്ക് അല്ലെ, ശരിക്കും എന്തിനും ഏതിനും നമ്മളെ റബ്ബ് തന്നെ മതി എന്നുള്ളത് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ അല്ലെ, പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് വേറൊരാളുടെയും സഹായം ആവശ്യമില്ല. അവിടെ വേറൊരാളുടെയും ആവശ്യമില്ല. നമുക്ക് നമ്മളെ റബ്ബ് മാത്രം മതി. ശരിക്കും നമ്മളെ ഈ തൗഹീദ്, ഏകത്വം, വിശ്വാസം, ഈമാന്, തഖ്വ ഇതെല്ലാം നമ്മൾ പറയുന്നില്ലേ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളെ വിശ്വാസം അത് പെർഫെക്റ്റ് ആകണം. എന്ത് കാര്യത്തിനും നമ്മളെ ചിന്ത വേറൊന്നിലേക്ക് ചാഞ്ഞു പോകാതെ അല്ലെ, വേറൊരു വ്യക്തിയിലേക്കോ വസ്തുക്കളിലേക്കോ വസ്തുതയിലേക്കോ അങ്ങനെ ഒന്നും തിരിഞ്ഞു പോകാതെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് നമ്മൾ അവലംബം അല്ലെ, അള്ളാഹുവിനെ മാത്രമാക്കി നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ
തീർച്ചയായും അള്ളാഹു നമുക്കത് ഏത് വഴിയിലൂടെയാണ് നമുക്ക് എത്തിച്ചു തരാന്നുള്ളത് അത് കണ്ടറിയണം നമ്മൾ. സുബ്ഹാനല്ലാഹ്. അത്രയും നമ്മൾ അല്ലെ പരിപൂർണമായ റബ്ബിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുത്ത് നടത്തി തരും. അത് എങ്ങനെയെന്നുള്ളത് അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എങ്ങനെ ഇപ്പം അത് അല്ലേ, അതെല്ലാം ഇപ്പം എങ്ങനെ കഴിയുക? ആ ചിന്ത നമ്മളിൽ വന്നാൽ പോയി കാര്യം. ഇപ്പോൾ നമുക്ക് അതിനുള്ള തെളിവാണ് പിന്നെ ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഇബ്രാഹിം നബിൻ്റെ ചരിത്രം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ. ഞാൻ തന്നെ കുറേ തവണ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് പറയാതിരിക്കാനേ കഴിയില്ല. കാരണം എന്താ, അവിടെ അസംഭവ്യമായ, അതായത് നമ്മളെ മനസ്സിൽ, നമ്മളെ ചിന്തക്ക്, നമ്മളെ ബുദ്ധിക്ക് ഒക്കെ നമുക്ക് അസംഭവ്യം എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത് അല്ലേ. ശരിക്കും ചിന്തിച്ചു നോക്കിയട്ടെ, മൂസാ നബി അലൈഹി സ്വലാം ആ സമുദ്ര തീരത്തെത്തിയിട്ട് അവിടെ രക്ഷപ്പെടാൻ ഇനി വഴിയില്ല, ഇനി പിടിക്കപ്പെടൽ തന്നെ, എനിക്ക് അവർക്ക് മുന്നിൽ ഒതുങ്ങി കൊടുക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഇനി മാർഗമൊന്നുമില്ല എന്ന് നമ്മളെ ഈമാൻ കുറവുകൊണ്ട് നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും അങ്ങനെയല്ല ചിന്തിച്ചത്. എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ അള്ളാഹ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്ത് വഴി, ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താ സംഭവിക്കാനുള്ള, അങ്ങ് പിന്നെ ഒന്നുകിൽ കടൽ മുങ്ങിച്ചാകുക, അതല്ലെങ്കിൽ പിന്നെ ഫിറൗൻ്റെ ഇതിൽ പെടുക, അതല്ലാതെ വേറെന്താ ഇനിയൊരു വഴി എന്ന് ചിന്തിക്കാം. പക്ഷേ അള്ളാഹു അവിടെ അല്ലേ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് അള്ളാഹു താല അവിടെ സംഭവിപ്പിച്ചത്, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എത്ര അല്ലെ അത്ഭുതകരമായ ഒരു സംഭവമാണത്. അപ്പോൾ അത് നമുക്ക് എന്തിനാ ഈ ചരിത്രങ്ങളല്ല നമുക്ക് പഠിപ്പിച്ച് തന്നത്? എന്തിനാ നമുക്ക് ഈ ചരിത്രങ്ങൾ നമുക്ക് അള്ള പറഞ്ഞു തരുന്നത്? കഥ കേൾക്കുമ്പോൾ നല്ല ഭംഗിയ, നല്ല രസം തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് ആ ചരിത്രങ്ങൾ കേൾക്കാൻ എന്തൊരു രസമാണ്. അവിടെ പിന്നെ എന്താ പറയാ, ആ കുഞ്ഞിനെ അല്ലെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്ക് വിട്ട് ഫിറൗൻ്റെ കൊട്ടാരത്തിലെത്തി. അതെല്ലാം ഇങ്ങനെ നമുക്ക് നല്ല ആസ്വാദികരമായ രീതിയിൽ നമുക്ക് കേൾക്കുമ്പോൾ ആ മനോഹരമായ കാഴ്ചകൾ നമ്മളെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലേ. ഈ സമുദ്രം പിളർന്ന് മാറി നിൽക്കുന്നതും അവരതിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്നതും ഇതൊക്കെ നമ്മളെ കണ്ണിൽ ആ ചരിത്രങ്ങൾ ഒരു കാഴ്ച പോലെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ നമ്മളെ റബ്ബിനെ നമ്മൾ കാണേണ്ടത്. അള്ളാഹ് മതി നമുക്ക്. എന്ത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് എൻ്റെ റബ്ബ് സഹായിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എന്താണെന്നറിയോ, പലരും ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, ചിലരൊക്കെ എന്നോട് പറയും നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ സ്വീകരിക്കും. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ദുആ സ്വീകരിക്കുന്നു അവർക്ക് എന്താ ഉറപ്പ്? അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പറയാം അങ്ങനെയല്ല. എന്നോട് ഇന്നലെ മിഞ്ഞാന്നൊരാൾ എന്നോട് പിന്നെ പറഞ്ഞിട്ടുണ്ടായേ, പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയേ ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ നല്ലോണം ദുആ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളെ ദുആ അള്ളാഹ് സ്വീകരിക്കും, നിങ്ങളെ ദുആ എന്തായാലും അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യുന്നിട്ട് ഞാൻ അവർക്ക് അവരിലൊരു വിശ്വാസം വരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ നമ്മളെ തന്നെ നമുക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയില്ല, എൻ്റെ ദുആ അള്ളാഹ് എങ്ങനെ സ്വീകരിക്കാനാ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധമുണ്ട്. ഞാൻ ചെയ്യുന്നതും പോരാ, ഞാൻ കുറേ എന്തെല്ലോ എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ശരിയാക്കണം. ഇനി നമ്മളിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായാലും നമ്മൾ ദുആ സ്വീകരിക്കൂല എന്നുള്ള പറയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അള്ളാഹ് എന്തായാലും സ്വീകരിക്കും. ദുആ എന്ന് പറയുന്നത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. എത്ര പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും റബ്ബിലേക്ക് കൈകളുയർത്തി ദുആ ചെയ്താൽ അള്ളാഹ് ആ ദുആ സ്വീകരിക്കും. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ റബ്ബുണ്ട്, നമ്മളെ റബ്ബ് എന്തിനും മതിയായവനാണ് എന്നാ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ഇല്ലേ, അവിടെ കാര്യങ്ങൾ തകിടം മറിയുന്നത് നമുക്ക് കണ്ടറിയാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു അത്ഭുതമായിരിക്കും എന്നറിയാം. അത് ആ വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് അവിടെ വേണ്ടത്. അതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് അവർ ഇട്ട സമയത്ത് അള്ളാഹു തീയിനെ തണുപ്പാക്കി അല്ലേ. അവിടെ ഇന്ന് 2 ദിവസം മുമ്പ് ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിന്, നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൽ തന്നെ എടുത്തോ പറഞ്ഞതാണെന്നറിയില്ല, ബർദം വ സലാമ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ബർദ് മാത്രമാണെങ്കിൽ ഒരുപക്ഷെ അത് അസഹനീയമായേക്കാം അല്ലേ. ചൂടും തണുപ്പും എന്നുള്ളത് നമുക്ക് കൊടും ചൂടും കൊടും തണുപ്പും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അവിടെ അള്ളാഹു ഞാനാറു കുനി ബർദം വ സലാമ, അതാണ് അല്ലേ. ഇബ്രാഹിമിന് നീ തണുപ്പ് കൊടുക്ക്, സലാം അല്ലേ. ആ ഒരു
എന്താ പറയുക, സമാധാനത്തോടെയുള്ള ഒരു രക്ഷാപൂർവമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമാധാനം, ഒരു സലാം, അതാണ് അവിടെ അള്ളാഹു ആ ഒരു തണുപ്പിലൂടെ കൊടുത്തത്. ആ തീനെ നേരെ വിപരീത ഗുണം അല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമുക്ക് മുമ്പിൽ വന്നാലും, നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്ത വിധം മതിയായവനാണ് ആര്? അൽ കാഫിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല. രണ്ട് വിധത്തിലാണ് ഈ പിന്നെ അള്ളാഹിൻ്റെ ആശ്രയം രണ്ട് വിധത്തിലാണ് കൊടുക്കുന്ന പറയുന്നത്. ഒന്ന് പറയുന്നത് അൽ കിഫായത്തുൽ ആമ. നമ്മൾ പല വിഷയങ്ങളും പറയുമ്പോൾ ഇതുപോലെ ആമായതും ഖാസായതും പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നത്. അതായത് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതും പൊതുവായിട്ട് കൊടുക്കുന്നതും അല്ലേ. ഇപ്പൊ ആമെന്ന് പറയുമ്പോൾ പൊതുവായിട്ട് വരുന്നതാണ്. അതായത് അള്ളാഹു എല്ലാ പടപ്പുകൾക്കെല്ലാം അതിൻ്റെതായ ഉണ്മ അല്ലേ, അതുണ്ടാക്കി എന്നിട്ട് അതിന് വേണ്ട എല്ലാ പോഷണവും കാര്യങ്ങളും എല്ലാം അള്ളാഹു എല്ലാ മുഴുവൻ സൃഷ്ടികൾക്കും അല്ലേ തയ്യാർ ചെയ്ത് അള്ളാഹു എന്താണ്? മതിയായവനാണ്. അത് മൊത്തത്തിൽ എല്ലാവർക്കും ഭക്ഷിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു അല്ലെ, സംതൃപ്തിപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ഇത് അൽ കിഫായത്തുൽ ആമ എന്നാ പറയുന്നത്. അത് പൊതുവായിട്ട് പൊതുവായിട്ട് എല്ലാവർക്കും കിട്ടുന്നത്, പൊതുവായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു കിഫായ അള്ളാഹിൻ്റെ ആശ്രയം അല്ലേ. അത് പിന്നെ വേർതിരിവില്ലാതെ അള്ളാഹു എല്ലാവർക്കും നൽകുന്നുണ്ട്. എന്നാൽ അൽ കിഫായത്തുൽ ഖാസ എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ ഈ ഖാസ് ഇത് പ്രത്യേകമായിട്ട് ഇപ്പം നമ്മൾ കണ്ട് മൂസ അലൈഹി സ്വലാമിനെ അവിടെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഖാസാണ് അല്ലെ, അവരെ മാത്രം അള്ളാഹ് പ്രത്യേകമായിട്ട് അള്ളാഹ് രക്ഷപ്പെടുത്തിയതാണ് അല്ലെ. ഇബ്രാഹിം നബിക്കും അവിടെ ഖാസായതാണ് കിട്ടിയത്. എന്താന്ന് പറയാ, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തവർക്കുള്ള പ്രത്യേകമായ സംരക്ഷണം, അതാണെന്ത് ഈ ഖാസായിട്ടുള്ളത്. അള്ളാഹുൽ വിശ്വസിക്കുകയും അള്ളാഹുൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രമായിട്ട് നമ്മളെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആവശ്യങ്ങൾ ചോദിച്ച് സഹായം അർത്ഥിക്കുന്ന അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ആശ്രയം നൽകലാണെന്ത്? അൽ കിഫായത്തുൽ ഖാസ. അതിൽ നമുക്ക് പ്രതീക്ഷ വേണ്ടത്. അപ്പം നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തവക്കുല് പരിപൂർണമാകണം, നമ്മളെ വിശ്വാസം പരിപൂർണമാകണം അല്ലേ. പിന്നെ നമ്മൾ ആവശ്യം തേടി സഹായം അർത്ഥിക്കുന്നതും അതും ശരിയാകണം. എല്ലാ മാർഗവും നോക്കി ഒന്നും ശരിയാകുന്നില്ല, ഇനി പിന്നെ അള്ളാഹോട് ചോദിക്കലല്ലാണ്ട് വേറെന്താ വഴിയുള്ളേ, ഈ രീതിയിലാണ് പലപ്പോഴും അല്ലേ. എന്തെങ്കിലും ഒരു രോഗം ഭയങ്കരമായ അസുഖം വന്ന് അപ്പോൾ വേഗം ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഓടും അല്ലേ. അവിടെയെല്ലാം അവിടെ പോയി നോക്കി, ജില്ലയിൽ ഏറ്റവും നല്ലതുള്ളത് നോക്കി അവിടെ നടക്കുന്നില്ല, അപ്പോൾ പിന്നെ ദൂരെ സ്ഥലത്ത് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകും, അവിടെയും നോക്കി അവിടെയും പറ്റുന്നില്ല, അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ പോയി എന്നിട്ടൊക്കെ ഡോക്ടർമാർ പരമാവധി അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. എന്നിട്ട് അവരെന്നെ പറയും എന്ത്, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്ന് പറയും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹിനോട് പറയേണ്ടതല്ല അല്ലേ. നമ്മളെ തവക്കുൽ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മളെ റബ്ബിനോടാണ് നമ്മൾ കാര്യം പറയേണ്ടത്. ആ രീതിയിലേക്ക് നമ്മൾ ഈമാൻ എപ്പോഴും ഉയർന്നതാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ. ആ ഒരു ചിന്തയിലേക്ക് പലപ്പോഴും ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ നിരന്തരം ഇങ്ങനെയുള്ള ക്ലാസ്സും കാര്യങ്ങളും കേട്ട് നമുക്ക് ആ രീതിയിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. അള്ളാഹു എത്തിക്കട്ടെ, ആമീൻ. അപ്പം പ്രത്യേകമായിട്ട് അള്ളാഹു ആശ്രയം നൽകും. അതാണ് എന്താ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു അല്ലെ, സൂറത്ത് ത്വലാഖ്. ശരിക്കും ആ സൂറത്ത് ത്വലാഖിലെ ആയത്തുകളിൽ തന്നെ ഈ ഇങ്ങനെയുള്ള കുറേ ഇത് വരുന്നുണ്ട് അല്ലേ. ത്വലാഖ് എന്ന് പറയുമ്പോൾ ശരിക്കും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ
നീ പേടിക്കണ്ട, വിഷമിക്കണ്ട, അല്ലെ, ഒറ്റപ്പെടുന്നില്ല. അവിടെ ശരിക്കും ഈ ത്വലാഖ് എന്ന് പറയുന്ന ഇസ്ലാമിലൊരു നിയമം ഒരു ആശ്വാസമാണ്. അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊരു വലിയൊരു ആശ്വാസമാണ്, അല്ലെ. ആ ഒരു രീതിയിൽ പിന്നെ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം, ശരിക്കും അതൊരു ആശ്വാസം തന്നെയാണ്, അല്ലെ. അതിനുശേഷം നീ ഒറ്റപ്പെട്ട് പേടിക്കണ്ട, നിനക്ക് ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട, അല്ലെ. വമൻ യതവക്കൽ അലല്ലാഹ്, ആരല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നുവോ, അല്ലെ, വല്ലവനും അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന പക്ഷം ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. അപ്പം അതുപോലെ ഈ കാഫിയ നമ്മൾ പറയുന്നത്, അല്ലെ, കാഫിയ നമ്മൾ പറയാൽ കാഫി എന്നുള്ള നാമം ഇത് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്താണ് ഈ ഒരു നാമം വന്നിട്ടുള്ളൂ. അത് എവിടെയായിരിക്കും നിങ്ങൾ പറഞ്ഞാട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ്, പക്ഷെ സൂറത്തൊന്നും നിങ്ങൾക്ക് അറിയണ്ട, ആയത്ത് പറഞ്ഞാൽ മതി. ആ കാഫ അല്ല. സുമറില് മാഷാ അല്ലാ മാഷാ അല്ലാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്. ഇദ്ഖുലു ഫിസ്സിൽമി കാഫ എന്നുള്ളത് അവിടെ പരിപൂർണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വരുന്നത്. അവിടെ അള്ളാന്റെ നാമമായിട്ടല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, അവിടെ ഒരു പൂർണ്ണത എന്നുള്ള നിലക്ക് വന്നതാണ്. ഇവിടെയാണ് സുമറിൽ, സൂറത്ത് സുമറിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല അവിടെ തന്റെ ദാസന് അള്ളാഹു മതിയായവനല്ലയോ, അതാണ്, അല്ലെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്. എന്തേ അള്ളാഹ് പേരോ ഫാത്തിഹക്ക? ഫാത്തിഹ അങ്ങ് ഫാത്തിഹ എന്ന് വെച്ചാൽ ഞാൻ വേറെന്തോ കേൾക്കുന്നതാണ്. അതെ, അങ്ങ് ഒരു പേരുണ്ട്, അൽ കാഫിയ. തന്റെ ദാസന്, അല്ലെ, അള്ളാഹു മതി. ഈ അള്ളാഹുവിന്റെ ഈ കിഫായത്ത് അറിയിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ വേറെയും സൂറത്തുകളിൽ ഒക്കെ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ പിന്നെ പറയുന്നില്ല, ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം, അവനിൽ നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു തന്നെ മതിയാകുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നു. മാഷാ അല്ലാ മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതെ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തന്നെ മതിയായവനാണ് എന്നുള്ള നിലക്ക് ഈ കിഫായത്ത് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ നിലക്കും നമുക്ക് അള്ളാഹു തന്നെ മതിയായവനാണ് എന്ന നിലക്കേക്ക് നമ്മളാകണം, അല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആളുകൾക്ക് മുന്നറിയിപ്പായിട്ട് അല്ലാഹു തആല, പിന്നെ വിശ്വാസികൾക്ക് ആശ്വാസമായിട്ട് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിൽ പറയുന്നുണ്ട്, ഇന്നാ കഫൈനാക്കൽ മുസ്തഹസിഈൻ, പരിഹാസക്കാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം തന്നെ മതിയായിരിക്കുന്നു. അപ്പം പിന്നെ നമ്മൾ ഓരോ സെക്കൻഡുകളും, അല്ലെ, അള്ളാഹുവിലേക്ക് പരിപൂർണമായും നമ്മൾ ആവശ്യക്കാരാണ്, അല്ലെ. എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിൽ നിന്ന് ആവശ്യക്കാരാണ്. നമുക്ക് അറിയില്ലേ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥന ശരിക്കും അതിൽ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. നമുക്ക് ഏത് സന്ദർഭത്തിലും നമുക്ക് ആ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ. എന്താണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ആ ഒരു സമയത്ത് അവർക്ക് അന്ന് മൂസാ നബിക്ക് വേണമെങ്കിൽ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി സഹായിച്ച അവരോട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചോദിക്കാമായിരുന്നു, ഇല്ലേ. പക്ഷെ അതിന് തയ്യാറാകാതെ സ്വന്തം കാര്യം അവർക്കൊരു സഹായം ചെയ്തു കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് ഒന്നും ആവശ്യപ്പെടുകയോ ഒന്നും ചോദിക്കുകയോ പോലും ചെയ്യാതെ ഒരു മരത്തണലിൽ പോയി ഇരുന്നിട്ട് അള്ളാഹിനോട് പറയുന്നില്ലേ, അള്ളാഹ് പിന്നെ എന്താണ്, നീ ഇറക്കി തരുന്ന ഏതൊരു ഖൈറിനും ആവശ്യക്കാരനാണ് ഇപ്പം ഞാൻ, അള്ളാഹ്. അപ്പോഴാണ് അള്ളാഹ്, അല്ലെ, അവരെ അവിടത്തേക്ക് അള്ളാഹ് പറഞ്ഞയക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതൊക്കെ നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ അതിനുള്ള വഴി അള്ളാഹ് ഒരുക്കി തരും.
ഇപ്പൊ മൂസാ നബിക്ക് അപ്പോൾ ആവശ്യം അവിടെ തൽക്കാലം ഒരു താമസിക്കാൻ ഒരു സൗകര്യം വേണം അല്ലെ, കുറച്ചു കാലം അവിടെ ജീവിക്കണം. അപ്പൊ അതിനുള്ള സൗകര്യം അള്ളാഹ് അവിടെ ചെയ്തു കൊടുത്തു. മൂസാ നബി അവിടെ സുഖിച്ച് കഴിയുന്നല്ല ചെയ്തത് അല്ലേ. അവിടെ പെൺകുട്ടികളെ ഒരാളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മഹറായിട്ട് പകരം കൊടുത്തത് എന്താ, 8 വർഷം പിന്നെ ആടിനെ മേയ്ക്കാന്നുള്ളതെങ്ങാനും. അപ്പോൾ ആ ഒരു ജോലി കൊടുത്ത് അവിടെ പല കാര്യങ്ങളും പഠിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു അവിടെ അങ്ങനെ ഒരു പരിശീലനം പോലെ ആക്കിയതാന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ നമ്മളെ ചോദ്യം, നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹിന്റെ മുമ്പിലാണ് നിരത്തേണ്ടത്, സൃഷ്ടികളെ മുമ്പിലല്ല ഒരിക്കലും അല്ലെ. ചോദിക്കുന്നത് നമ്മൾ റബ്ബിനോട് തന്നെ, ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം റബ്ബിനോട് തന്നെ ചോദിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ അതിനുള്ള വഴികൾ നോക്കി ആൾക്കാരോട് പറയുന്നതിനൊന്നും തെറ്റൊന്നും ഇല്ല കേട്ടോ. ഒരാളോട് ചോദിക്കാൻ പറ്റൂല എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നവരായ ആൾക്കാരോട്, മനുഷ്യന്മാരോട് സഹായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളെ കാര്യമായ കാര്യം അത് പറയേണ്ടത്, ആദ്യം പറയേണ്ടത് അള്ളാഹിനോട് തന്നെ. അള്ളാഹ് പറയാ, അള്ളാഹ് അതിനൊരു വഴി ഒരുക്കി തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളെ കാര്യം അള്ളാഹ് നടത്തി തരും. അത് നമ്മളെ വിശ്വാസത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലാവലും. അതായത് നമുക്കൊരാവശ്യം ഉണ്ടായിട്ട് ഒരാളോടും ചോദിക്കാണ്ട് അള്ളാഹിനോട് മാത്രം അതിനെ ചോദിക്കുന്നുള്ളൂ, എന്നാൽ അള്ളാഹ് ആ ആവശ്യം അള്ളാഹ് നമുക്ക് നിവർത്തി തരും. അതാണ് പഠിച്ചോന്. അതാണ് അള്ളാഹ്. നമുക്ക് അള്ളാഹിന്റെ സഹായം ഇല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല അല്ലെ. കഴിയോ? ഇല്ല. നമുക്ക് ഏത് സമയത്തും നമുക്ക് അള്ളാഹിന്റെ സംരക്ഷണവും ആശ്രയവും എല്ലാം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന ഉണ്ടല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി പുറപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ വക്കീൽ എന്നുള്ള ആ ഒരു നാമം പഠിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ്. അള്ളാഹു അവൻ്റെ പരിപൂർണമായ റബ്ബിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളോട് പറയപ്പെടും എന്ന് പറയുന്നു. അതായത് എന്താ പറയുന്നത് അറിയോ? മറ്റുള്ളവരുടെ തിന്മയിൽ നിന്ന് നീ തടയപ്പെട്ടു, നീ സംരക്ഷിക്കപ്പെട്ടു, നീ സന്മാർഗം സിദ്ധിച്ചവനായി. പിശാച് അവനിൽ നിന്ന് അകന്നു നിൽക്കും. എന്നിട്ട് മറ്റൊരു പിശാചിനോട് പറയും, നീ എങ്ങനെ ഒരാളിലേക്ക് ചെല്ലും? തീർച്ചയായും അയാൾക്ക് സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു, മറ്റുള്ളവരിൽ നിന്നുള്ള തിന്മ അയാൾക്ക് തടയപ്പെട്ടിരിക്കുന്നു, അയാൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് നമ്മളൊരു ചടങ്ങ് പോലെ എപ്പോഴും അല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ തിന്മയിൽ നിന്ന് നമ്മൾ തടയപ്പെടുന്നു, അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകുന്നു, അള്ളാഹുവിൻ്റെ സന്മാർഗം ഹിദായത്ത് ലഭിച്ച് പിശാച് അല്ലേ അവനിൽ നിന്ന് അകന്നു നിൽക്കുന്ന പറയുന്നത്. അത്രയും മഹത്തരമായതാണ് ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത്, ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ അള്ളാഹുവിൽ നമ്മൾക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു സുരക്ഷ അല്ലേ, അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് തന്നെ സദാസമയം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന, അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന, അള്ളാഹിനെ സ്തുതിക്കുന്ന നല്ല ഒരു അടിമയാകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ അല്ലേ, ഒരുപാട് ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. ഓരോന്നിലും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും പറയുന്നില്ല, നമുക്ക് പുലരുവോളം ഒരു മലക്കിൻ്റെ കാവൽ ഏർപ്പെടുത്തും, പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവൂല, അവനെ സംരക്ഷിക്കപ്പെടും, അവന് മരണപ്പെട്ടാൽ പിന്നെ ശുദ്ധ പ്രകൃതിയിലായിരിക്കും. അങ്ങനെ 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 പല പല കാര്യങ്ങൾ അല്ലേ. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅവി. ലാ കാഫി, അവിടെ കാഫി വരുന്നുണ്ട് അല്ലേ. ഈ ദുആ പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി അല്ലേ. അല്ലദി അത്അമന, എന്നെ കുടിപ്പിച്ച, ഞങ്ങളെ ഭക്ഷിപ്പിച്ച, കുടിപ്പിച്ചെന്ന് പറയുന്നത് ഭക്ഷിപ്പിച്ച, വസഖാന കുടിപ്പിക്കുകയും
വ കഫാന വ ആവാന, നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല നിലക്ക് നിർവഹിക്കുകയും അഭയമേകുകയും ചെയ്തവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. എന്നിട്ട് പറയുന്നത് എന്താ പറയുന്നത്? എത്ര എത്ര ആൾക്കാരാണ് ഉള്ളത്. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു, അവർക്ക് പിന്നെ കാര്യങ്ങൾ നിർവഹിച്ച് നൽകാനും അഭയം നൽകാനും യാതൊരാളും ഇല്ലാത്ത എത്ര എത്ര ആളുകളാ ഉള്ളത്. അപ്പൊ നമുക്കല്ല ഈ പറഞ്ഞതൊക്കെ തന്നാൽ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന അള്ളാഹുവിനെ ശുക്ർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും തുടങ്ങുന്നതും ഓരോ ദിവസം അവസാനിക്കുന്നതും അള്ളാഹുവിന് ശുക്ർ പറഞ്ഞുകൊണ്ടായിരിക്കണം. ഓരോ ദിവസത്തെ അല്ലെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന് ശുക്റുള്ളതാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം ഇൻഷാ അല്ലാഹ്. അപ്പം അൽ കാഫി എന്നുള്ള നാമം നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അല്ലേ, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാം അള്ളാഹു തന്നെ മതിയാകുന്നവനാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആശ്രയം നൽകുക തന്നെ ചെയ്യും. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് അൽ കാഫിയായ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുക. അള്ളാഹ് മതി നമുക്ക്, മതിയായവനാണ് എല്ലാറ്റിനും. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, തൻ്റെ ദാസന് അള്ളാഹു മതിയായവനല്ലയോ. അപ്പം അതെ, കടത്തിന്റെ ഇതാക്കാനുള്ള പ്രാർത്ഥനയിൽ അങ്ങനെ വരുന്നുണ്ട്. അതെ, മാഷാ അല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് അൽ മുതക്കബ്ബിർ. അൽ മുതക്കബ്ബിർ, എല്ലാ മോശമായതിൽ നിന്നും തിന്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നുമുള്ള ഔന്നത്യവും സൃഷ്ടികൾ അവനോട് തുല്യമാകുന്നതിൽ നിന്നും അവൻ അവരോട് തുല്യമാകുന്നതിൽ നിന്നുമുള്ള പരിശുദ്ധിയാണ് അൽ മുതക്കബ്ബിർ. എന്താ മനസ്സിലായ? എല്ലാ മോശമായതിൽ നിന്നും തിന്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും ഏറ്റവും ഉന്നതി അല്ലേ, ഏറ്റവും മുകളിലുള്ളവനാണ് ആര്? അൽ മുതക്കബ്ബിറായ അള്ളാഹു. സൃഷ്ടികൾ അവനോട് തുല്യമാകുന്നതിൽ നിന്നും അവൻ അവരോട് തുല്യമാകുന്നതിൽ നിന്നുമുള്ള പരിശുദ്ധിയാണ് അൽ മുതക്കബ്ബിർ. ചില അള്ളാഹുവിലേക്ക് നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ അത്ര എന്താകുന്നില്ല, ഉയരുന്നില്ല. ആ രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും ഔന്നത്യം സൃഷ്ടികൾക്ക് ഒരിക്കലും സൃഷ്ടാവിനോളം വരൂല അല്ലേ. എല്ലാ സ്വേച്ഛാധിപന്മാരും കീഴൊതുങ്ങുന്ന ഒരു അധിപനാണ് ആര്? ഈ അൽ മുതക്കബ്ബിറായ അള്ളാഹു. കാരണം ഏത് രാജ്യത്തിൻ്റെ രാജാവാണെങ്കിലും അവൻ എന്താണ്? അള്ളാഹുവിൻ്റെ അടിമയാണ് അല്ലേ. എത്ര വലിയ പണക്കാരനാണെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ അബ്ദാണ്. അതിലും അല്ലെ, അള്ളാഹുവിന് മീതെ വേറൊരാൾക്കും എന്തില്ല, ഒരു കഴിവോ ശക്തിയോ ഒന്നുമില്ല. അതാണ്. പിന്നെന്താ പറയുന്നത് വെച്ചാൽ ഇമാം ഖത്താദ റഹ്മുള്ള പറയുന്നത് എല്ലാ തിന്മയിൽ നിന്നും മഹത്വമുള്ളവനാണ് അൽ മുതക്കബ്ബിർ. സൃഷ്ടികൾക്കുള്ള വിശേഷണങ്ങളിൽ നിന്ന് ഉന്നതനായവനാണ് അൽ മുതക്കബ്ബിറായ അള്ളാഹു. മഹത്വത്തിന്റെ വിഷയത്തിൽ തൻ്റെ പടപ്പുകളിലെ ഔന്നത്യവാന്മാർ തന്നോട് മത്സരിക്കുകയായാൽ അവരുടെ മേൽ പെരുമ കാണിക്കുന്നവനാണ് അൽ മുതക്കബ്ബിർ. ആരെങ്കിലും അല്ലെ മഹത്വത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് മത്സരിച്ചാല് അവരെ മീതെയാണ് ആര്? റബ്ബ്. ആർക്കും മത്സരിച്ചാൽ ജയിക്കാൻ കഴിയൂല. ഈ മുതക്കബ്ബിർ എന്നുള്ള നാമം കിബിരിയാ എന്ന വിശേഷണത്തെ അവർ അറിയിക്കുന്നത്.
നമ്മളെ കിബിർ എന്ന് പറയുന്നില്ലേ, അവിടെ ഈ കിബിർ കാണിക്കാനുള്ള അഹങ്കാരം എന്ന് നമ്മൾ ഇതിൽ പറയും അല്ലേ, അതിനൊക്കെയുള്ള അവകാശം ആർക്കേ ഉള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ കേവലം അവൻ്റെ അടിമകൾ, സൃഷ്ടികൾ മാത്രമാണ്. നമുക്കെന്തെങ്കിലും കുറച്ച് കൂടുതലാവുമ്പോൾ അല്ലേ, മനുഷ്യന്മാർ അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര തന്നെ മനുഷ്യന് മഹത്വം കൊണ്ട് ഉന്നതിയിലേക്ക് എത്തിയാലും അള്ളാഹുവിനോട് മത്സരിക്കാൻ അവനക്ക് എന്താക്കുന്നില്ല, കഴിയൂല, ഒരിക്കലും കഴിയൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ കിബ്രിയാ അല്ലേ, അഹങ്കാരം. കിബ്രിയാ എന്താണ്? അതെൻ്റെ തട്ടമാണ്, മേൽമുണ്ടം. വൽ അളമത്തു ഇസാരി, മഹത്വം. അളമത്ത് അതെൻ്റെ ഇസാറാണ്, അരയുടുപ്പ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവ രണ്ടിലൊന്നിൽ വല്ലവനും എന്നോട് മത്സരിച്ചാൽ ഞാൻ അവനെ നരകത്തിയിലെറിയുന്നതാണ്. അഹങ്കരിക്കാനും മഹത്വം കൽപ്പിക്കാനും വേറൊരാൾക്കും അവിടെ അവകാശമില്ല എന്നാണ് അല്ലേ. ഒരു അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവന്റെ സ്ഥാനം എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അള്ളാഹിനോട് മത്സരിക്കാൻ നിൽക്കണ്ട. അള്ളാഹ് നമുക്ക് ചരിത്രത്തിൽ അതിന് പാഠമുണ്ട് അല്ലേ. ഖാറൂൻ മൂസാ നബിന്റെ കാലത്ത് ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അയാള് മൂസാ നബിയോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ, നിവൃത്തിയില്ലായിട്ട്, അതായത് വളരെ പ്രയാസം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേറ്റ് ദുആ ചെയ്താൻ പറഞ്ഞ ബർക്കത്തുണ്ടായതാ. അങ്ങനെ സമ്പത്ത് കുന്നുകൂടാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവന്റെ സ്വഭാവം എല്ലാം മാറി അല്ലേ, അഹങ്കാരിയായി മാറി. ആകാശം മുട്ടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയില്ലേ, ആകാശ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ഉയർന്ന കൊട്ടാരങ്ങൾ. അങ്ങനെ അവന്റെ ഖജനാവിന്റെ താക്കോലുകൾ വഹിക്കാൻ തന്നെ 700 ഒട്ടകങ്ങളാ, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും സമ്പത്ത് കുമിഞ്ഞുകൂടി. പക്ഷെ അതോടുകൂടി അവൻ അഹങ്കാരിയായി മാറുകയും ചെയ്തു. അള്ളാഹു താല എന്താ ചെയ്തത്? ഒരു നിമിഷം മതിയല്ലേ, ഭൂമി പിളർത്തി അവന്റെ മുഴുവൻ, അവനെയും അവന്റെ സമ്പാദ്യങ്ങളെയും എല്ലാം എന്താക്കി, അതിലേക്ക് അങ്ങ് ആഴ്ത്തി കളഞ്ഞു. അള്ളാഹു അക്ബർ. അപ്പൊ കിബർ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യന് അല്ലേ, ഒരു നിലക്കും അഹങ്കരിക്കാനുള്ള അവകാശമേ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിൽ നമുക്ക് ആരോടും തന്നെ നമുക്ക് അഹങ്കാരം എന്നുള്ളത് എന്താന്ന് വെച്ചാല് എന്താണ്, ബത്റുൽ ഹഖ് വഅംതുന്നാസ് അല്ലെ, ജനങ്ങളെ നിസ്സാരമാക്കുകയും സത്യത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാകാനേ പാടില്ല. സത്യത്തെ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കൊരിക്കലും പാടില്ല. അതുപോലെ മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ആ ഒരു നിലപാട് എന്ത് വിഷയത്തിലാണെങ്കിലും ആരാണെങ്കിലും നമ്മളെക്കാൾ മേലെ ആകുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അല്ലെ. എല്ലാവരോടും നമുക്ക് വിനയത്തോടെ, സ്നേഹത്തോടെ, എളിമയോടെ, അനുസരണയോടെ, ആ ഒരു എന്താ പറയാ, ഒരു വെറുപ്പോ ദേഷ്യമോ ദേഷ്യപകയോ അങ്ങനത്തെ യാതൊന്നും ഇല്ലാതെ ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ കഴിയണം. പ്രത്യേകിച്ച് നമ്മളെ കീഴിലുള്ളവരോട്. നമ്മളെ മേലുള്ളവരോടല്ല, നമ്മളെ കീഴിലുള്ളവരോടാണ് നമ്മൾ എന്ത് കാണിക്കുക, ഈ ഹുങ്കലം കാണിക്കുക. ശരിക്കും ഇന്ന് രാവിലത്തെ ക്ലാസ് കേട്ടിട്ടില്ലേ, സൂറത്തുൽ ബഖറയിലെ ആ ആയത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം ഉണ്ട് എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. ഇതിലിനി എന്താന്ന് രസമുള്ള അല്ലെ, പാഠഭാഗത്തിൽ തഫ്സീർ കുറേയൊന്നും ഇല്ല. സാധാരണ ഇതിനൊന്നും അങ്ങനെ കുറെ വിശദീകരണം കേൾക്കാറില്ല. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ എന്താ, അള്ളാഹ്ക്ക് എത്ര വലിയ കഴിവുള്ളവനല്ല. മലക്കുകളും അങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങളാരാ നമ്മളോട് ചോദ്യം ചെയ്യാന് എന്ന് ചോദിച്ചില്ല അല്ലേ. തിരിച്ച് അവരും തന്നെ ആ രീതിയിലുള്ള അവരുടെ ആ ഒരു അനുസരണത്തോടുള്ള സമീപനം. റബ്ബ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നെന്ന് പറയുമ്പോൾ എന്താ അല്ലേ, ചിന്തിച്ചു നോക്കിയാട്ടെ.
അള്ളാനെ കാട്ടി വലുത് വേറെ ഒന്നും ഈ ലോകത്ത് ഇല്ല തന്നെ അല്ലെ. എന്നിട്ടില്ലേ നമ്മൾ ഈ കേവലം ഒരു എന്താ പറയാ പൊടി പോലത്തെ ഈ മനുഷ്യൻ അഹങ്കരിക്കുന്നത് തൻ്റെ കീഴിലുള്ളവരോട് എന്താണ് സ്വഭാവം പെരുമാറ്റം ഇല്ലേ. ഒന്ന് പറഞ്ഞ് രണ്ടും പറഞ്ഞ് മൂന്നാമത്തെ ആകുമ്പോഴത്തേക്ക് എന്താവും, ചിലർക്കൊക്കെ ദേഷ്യം വരും അല്ലേ. സ്വഭാവം മാറുന്നില്ലേ നമ്മള്. ഇപ്പം പ്രത്യേകിച്ച് എങ്ങനെ സംഭവിക്കാൻ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിന്, അത് ഭയങ്കര എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിന്. പക്ഷെ 2 വിധത്തിൽ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു കുട്ടീൻ്റെ അടുത്തുനിന്ന് ഒരു ഉപ്പയും മോനും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടീൻ്റെ അടുത്തുനിന്ന് എന്തോ വീണ് പൊട്ടി. അപ്പോൾ ആ കുട്ടീനെ ആ ഉപ്പ എന്താ വെച്ചാൽ നല്ല ഷൗട്ട് ചെയ്ത് നല്ല വഴക്ക് പറഞ്ഞു. അന്നേരം ആ കുട്ടി ദേഷ്യം പിടിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ അനിയനുണ്ട് അവിടെ. അതെന്താക്കുന്ന അവിടെ എന്തോ കളിക്കുമ്പോൾ അതിനോട് ഈ കുട്ടീൻ്റെ ദേഷ്യം അതിനോട് തീർത്ത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം അതിനെക്കാട്ടി ചെറിയ കുഞ്ഞ് വാവുണ്ട്, അതിൻ്റെ അടുത്ത് പോയി തീർത്ത്. ആ കുഞ്ഞും ബേബി എന്താക്കുന്നത് അതിൻ്റെ ഡോളിൻ്റെ അടുത്ത് അതിൻ്റെ ദേഷ്യം തീർക്കുന്നത്. അങ്ങനെ ആ സ്വഭാവം. അപ്പോൾ അവിടെ അങ്ങനെയാ അത് സംഭവം. ഫസ്റ്റ് ആ ഉപ്പ ആ കുട്ടീനോട് ദേഷ്യത്തോട്, ആ കുട്ടീൻ്റെ അടുത്ത് ഒരു അബദ്ധം സംഭവിച്ചതാണ്, പക്ഷെ അതിനോട് ദേഷ്യത്തോടെ പ്രതികരിച്ചപ്പോൾ തുടർന്ന് അതിനുശേഷം അവരെ കീഴിൽ, അതായത് തിരിച്ചിങ്ങോട്ടേക്ക് ദേഷ്യമല്ല, അവരെ കീഴിലുള്ളവരോടാണ് പിന്നെ ബാക്കി ദേഷ്യം കാണിക്കുന്നത്. അവിടെ ഫുള്ളും ദേഷ്യം, സങ്കടവും വിഷമം തന്നെ. നേരെ മറിച്ച് അതിൻ്റെ മറ്റൊരു സീൻ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കുട്ടീൻ്റെ അടുത്ത് എന്തോ വീണ് പൊട്ടുന്ന സമയത്ത് ഉപ്പ പോട്ടെ സാരില്ല എന്നുള്ളതിൽ ചേർത്ത് പിടിച്ച് അതവിടെ മാറ്റി വെച്ച് അതിനോട് നല്ല സ്നേഹം കൊടുത്തൊരു മുത്തെല്ലാം കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ അനിയൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതുപോലെ ആ കുട്ടീൻ്റെ അടുത്ത് ബോളെങ്ങാനും തലയിൽ വന്നടിക്കുന്നത് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ സ്നേഹത്തോടെ പെരുമാറി നല്ലൊരു മുത്തം കൊടുത്ത് അവിടെ ചേർത്ത് പിടിച്ച്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ബേബിനോടും അതിൻ്റെ അതിൻ്റെ ഡോളിനോടും എല്ലാം ഭയങ്കര സ്നേഹം കാണിക്കുന്നു വെച്ചാൽ ഇതങ്ങനെയാണ് അല്ലേ. നമ്മൾ ശരിക്കും അങ്ങനത്തെ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കാര്യം പറയാം. ഭർത്താവ് എന്തെങ്കിലും കാര്യത്തിന് ചൂടായിട്ട് നമ്മളെ കൽബീന്ന് വിചാരിച്ചോ, നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാന്നറിയോ, ആ ദേഷ്യം നമ്മൾ കുട്ടികളോട് തീർക്കും ഇല്ലേ. കുട്ടികളോട് ആയിരിക്കും നമ്മളതിൻ്റെ അനന്തരഫലം എന്നുള്ള നിലക്ക് അനുഭവിക്കാൻ ആരേക്കും, കുട്ടികളായിരിക്കും അതിന് ഇരയാകാൻ. ഇനി അവർ നമ്മളോട് കാണിച്ച ദേഷ്യവും വിഷമവും എല്ലാം കൂടി നമ്മൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ ദേഷ്യപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കാരണത്താൽ എന്താവും, അവിടെ പൊട്ടിത്തെറി കുട്ടികളെടുത്ത് തർക്കും. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക, അവർക്ക് ആരോടെങ്കിലും ദേഷ്യം, അപ്പോൾ അവരെ അനിയന്മാരോട് അനിയത്തിനോട് തീർക്കും. അപ്പോൾ അവരെന്താക്കി അവർ കരഞ്ഞു തീർക്കും ചിലപ്പോൾ. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരാളെ മേലെ ഒരു പ്രത്യേകിച്ച് ഒരു അധികാരം ഇത് തന്നിട്ടില്ല അല്ലേ. അഹങ്കരിക്കാനും മഹത്വം കൽപ്പിക്കാനും അത് അള്ളാഹുവിന് മാത്രം ആണ്. അതിനോട് ആരെങ്കിലും മത്സരിച്ചാൽ അവനെ നരകത്തിയിൽ എറിയുമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമുക്കെന്തിനാ അഹങ്കാരം അല്ലേ. നമ്മളൊരിക്കലും അള്ളാഹിനെക്കാട്ടി മേലെ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഹങ്കരിച്ചോ, പക്ഷെ അങ്ങനെ നമുക്ക് ആവാൻ കഴിയൂല. നമ്മൾ വെറും കേവലം നിസാരന്മാരായ അടിമകളാണ് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറെ ഇഷ്ടമാണ് അബദി അല്ലേ, യാ ഇബാദി എന്നൊക്കെ വിളിക്കുന്നത്, എൻ്റെ അടിമേൻ. അപ്പം നമ്മൾ നല്ല അള്ളാഹുവിൻ്റെ നല്ല അടിമകളായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം. സൂറത്തുൽ ഹഷറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്കറിയാം അല്ലേ, അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഒരുപാട് പറയുമ്പോൾ അവിടെ വരുന്നുണ്ടല്ലോ അല്ലേ. മുത്തക്കബ്ബിർ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് ഈ ആയത്ത്, അതായത് വസ്സമാവാതു മത്വിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ എന്നുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ആയത്തിൻ്റെ ഇതിലെന്താ പറയുന്നത്, ആകാശവും അല്ലെ, ആകാശം അള്ളാഹു തആല വലങ്കയിൽ ചുരുട്ടി പിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. സുബ്ഹാനഹു തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു തആല പരിശുദ്ധനാണ്. എന്നിട്ട് ഈ ഒരു ആയത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു തആല ഇങ്ങനെ പറയും, യഖൂലുല്ലാഹു അസ്സ വജല്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറയും, എന്താ പറയാന്ന്, അനൽ ജബ്ബാർ അനൽ മുതകബ്ബിർ അനൽ മലിക് അനൽ മുതആൽ യുമജ്ജിദു നഫ്സഹു ഖാല ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
യുറദ്ദിദുഹാ ഹത്താ റജഫ ബിഹി അൽ മിമ്പറു ഹത്താ ദനന്ന അന്നഹു സയഖിറു ബിഹി. എന്താ ഇതും ഖുദ്സിയായ ഹദീസായിട്ട് പറയുന്നത് അല്ലേ. എന്താ അല്ലാഹു തആല ഇങ്ങനെ പറയും, എന്താ പറയാ, ഞാനാണ് അൽ ജബ്ബാർ, ഞാനാണ് അൽ മുതക്കബ്ബിർ, ഞാനാണ് അൽ മലിക്, ഞാനാണ് അൽ മുതആൽ. നമ്മൾ ഇതൊക്കെ നാമങ്ങളെ അർത്ഥം പഠിച്ചതാണ്. അള്ളാഹു സ്വന്തത്തെ എന്നിട്ട് എന്താക്കും, പുകഴ്ത്തും. യുമജ്ജിദു നഫ്സഹു, എന്നിട്ട് പറയുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലാന്നല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ പിന്നെ ഈ മിമ്പർ ഇങ്ങനെ വിറകൊള്ളുവോളം ഈ പിന്നെ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറയും. എന്നിട്ട് അവര് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറും കൊണ്ട് വീണു പോകുമോ എന്ന് ഞങ്ങള് വിചാരിച്ചു പോയി. അത്രയും ആ രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം കിബിരിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്താനുള്ള ആ ഒരു വിശേഷണം. ആ വിശേഷണം ഒരിക്കലും പിന്നെ പടപ്പുകൾക്കൊരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. പടപ്പുകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം അല്ലെ അള്ളാഹുവിൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി അല്ലെ അടിമത്വവും വിനയവുമുള്ള അള്ളാഹുവിൻ്റെ ഒരു ദാസൻ അല്ലെ ദാസി എന്ന് പറയുന്ന രീതിയിലേക്ക് ആകണം നമ്മൾ. എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ മഹത്വം, ഗാംഭീര്യം, സ്ഥാനം എല്ലാം നമ്മൾ എന്താക്കണം, അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ട് നമ്മൾ പറയണമെന്ത്, അള്ളാഹു അക്ബർ അല്ലേ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് അല്ലേ. നമ്മൾ അവൻ്റെ കേവലം നിസ്സാരമായ അത്രയും അല്ലേ വിനയപ്പെട്ട കീഴ്വണങ്ങിയ അള്ളാഹുവിലേക്ക് നമ്മൾ ഒതുങ്ങി അവൻ്റെ അടിമകൾ മാത്രമാണല്ലോ അല്ലേ. അള്ളാഹു അക്ബർ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ അള്ളാഹിനെ മനസ്സിലാക്കണം. അഹങ്കാരം എന്നുള്ളത് ഒരടിമയിൽ ഉണ്ടാകാനേ പാടില്ല, നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അങ്ങനെ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അവന് പറയുന്ന വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ശിക്ഷയും അധമത്വം ഉണ്ടാകാൻ നിന്യതയെന്ന് അവനെ പിന്നെ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവരെന്താ അള്ളാഹുവിനോട് മത്സരിക്കുന്നത്, അള്ളാഹിൻ്റെ അടുത്ത് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഒരിക്കലാകാൻ പാടില്ല. കാരണം അഹങ്കാരികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പെടുമ്പോൾ നിന്ദ്യരും നികൃഷ്ടരുമായ രൂപത്തിലായിരിക്കും ഉണ്ടാകുക എന്ന് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാലദ്ദർരി ഫീ സുവരി റിജാലി യഗ്ശാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ. അഹങ്കാരികൾ അന്ത്യനാളിൽ ആളുകളുടെ രൂപത്തിൽ ചെറിയ ഉറുമ്പുകളുടെ വലിപ്പത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നു പറയും. അത്രയും നിന്യത എല്ലായിടത്തും അവരെ മൂടിയിരിക്കും. പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വളരെ കഠിനമായ ഒരു ശിക്ഷയായിരിക്കും അവർക്ക് ഒരുക്കിയിട്ടുണ്ടാകാനേ എന്നുള്ളത്. സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്നുണ്ട്, فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നതിൻ്റെ ഫലമായിട്ട് അല്ലാഹു തആല നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷ പ്രതിഫലമായി നൽകപ്പെടുന്നു എന്ന് പറയുന്നു. അദാബൽ ഹൂൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ സൂറത്ത് സുമറിൽ പറയുന്നുണ്ടല്ലോ, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. നരകത്തിലല്ലയോ അഹങ്കാരികൾക്കുള്ള വാസസ്ഥലം. നരകം പോരെ അഹങ്കാരികൾക്ക്, അവർക്ക് നരകമായിരിക്കും അവിടെ സങ്കേതം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുന്ന, അള്ളാഹു മാത്രമാണ് നമുക്ക് ഇബാദത്തുകൾ അല്ലെ ആരാധനക്ക് അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്ന ആ രീതിയിലേക്ക് നമ്മൾ ആകണം. ശരിക്കും ജനങ്ങൾ അല്ലെ നബിമാരെ മുമ്പിൽ വരെ അഹങ്കരിച്ച് നടന്നിട്ടുണ്ടായിനി അല്ലെ.
പക്ഷെ അതിൻ്റെ എല്ലാം അനന്തരഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അഹങ്കാരം എന്നുള്ളത് ഒരു അടിയാന്റെ മേലെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ലേ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന അല്ലെ, വിനയാന്യതരായ നിലയിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ അടിയാന്മാർ ഭൂമിയിലൂടെ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അഹങ്കാരം നമ്മളിൽ വന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിന് അങ്ങേയറ്റം വിനയപ്പെട്ടുകൊണ്ട് നല്ല ഒരു ദാസനായി നമുക്ക് മാറാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ നമ്മൾ ഇപ്പോൾ എത്രയായി? അൽഹംദുലില്ലാഹ് 83 എത്രയാന്ന്? 88 അല്ലേ? അൽഹംദുലില്ലാഹ് 88 നാമങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി നമുക്ക് നാമങ്ങളൊക്കെ പഠിക്കാനും പൂർത്തിയാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി ഇവിടെ എല്ലാം നമ്മൾ ഏതൊരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അള്ളാഹുവിലേക്കാണ് എന്താകുന്നത്, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയുന്നത് അല്ലേ. അള്ളാഹുവിലേക്ക് എന്നല്ല, അള്ളാഹുവിലേക്ക് മാത്രം. തൗഹീദാണ്. ഓരോ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥാപിക്കപ്പെടുന്നതെല്ലാം തൗഹീദ്, ഏകത്വം, അവന് മാത്രം അവന് മാത്രം അവന് മാത്രം എന്നുള്ളതാണ്. പിന്നെ എന്തിനാന്നല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നത്? അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്നും പിന്നെ അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് കിട്ടുന്നതെന്നുള്ള നിലക്ക് മറ്റുള്ളവരിലേക്ക് എന്തിനാ ഈ ഒരു നോട്ടം പോകുന്നത്? അള്ളാഹ് തന്നെ പോരെ അല്ലേ. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. അപ്പം നമുക്ക് അള്ളാഹു തന്നെ മതിയായവനാണ് എല്ലാറ്റിനും. ആ നിലക്ക് റബ്ബിലേക്ക് നമ്മൾ പൂർണ്ണമായി വിനയപ്പെട്ട് അഹങ്കാരം തെല്ലുമില്ലാതെ അല്ലേ, ഒരാളോടും ഒരു നിലക്കുള്ള ഒരു അഹങ്കാരം നമ്മളെ ഹൃദയത്തിൽ വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് നന്മകൾ അല്ലേ, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ലൊരു വിശ്വാസിയായി ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അള്ളാഹുവേ, റഹ്മാനായ റബ്ബേ, നിന്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിന്നെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അള്ളാഹുവേ, നിന്നിലേക്ക് ഞങ്ങൾ കൂടുതൽ അടുത്ത് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ നല്ല അടിയാറുകളിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ ഒരുപാട് പോരായ്മകൾ വീഴ്ചകൾ വന്നു പോകുന്നുണ്ട് അള്ളാഹുവേ. അതൊക്കെ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന നല്ല മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നാഥാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് റബ്ബേ, നിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും അറിയാനും പഠിക്കാനും നീ അവസരം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവേ. അത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ അത് നിലനിർത്താനും നാഥാ ഞങ്ങൾക്ക് നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രോഗികളായി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുവേ. അവർക്കൊക്കെയും നീ രോഗശമനം നൽകി, ആശ്വാസം നൽകി, ശിഫ നൽകി, സമാധാനം നൽകി, ക്ഷമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ അവർ ക്ഷമിച്ചതിന് പകരമായി തക്കതായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിൽ നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ കുടുംബങ്ങളിൽ നീ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ നൽകിയതിൽ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് നാഥാ അവരുടെ കടബാധ്യതകൾ തീർത്തു കൊടുക്കാനുള്ള വഴികൾ നീ ഒരുക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായതിൻ്റെ പേരിൽ
നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും അവരുടെ പ്രയാസങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. അവരെ നീ സഹായിക്കണേ അല്ലാഹ്, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. സത്യത്തിൽ ഇന്ന് രാവിലെ എന്നറിയില്ല, ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ ആയിഷ അല്ലേ പറഞ്ഞത് ഒരു സംഭവം. ആയിഷ പറഞ്ഞത് ആ ഒരു ശരിക്കും അത് ഭയങ്കര ഒരു സമാധാനം എന്നല്ലേ ആ കേട്ടപ്പോൾ. അൽഹംദുലില്ലാ. അതുപോലെ അവർക്ക് വിജയം, അവർക്ക് സമാധാനം, അവർക്ക് നീ രക്ഷ നീ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹു. ഈമാനാകുന്ന വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ ശയിപ്പിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. وعليكم السلام.